ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെശയ്യാവ് അധ്യായം 11 ബൈബിൾ ക്വിസ്. യിശായിയുടെ കുറ്റിയിൽ നിന്ന് എന്ത് പുറപ്പെടും? ഒരു മുള. അവന്റെ വേരുകളിൽ നിന്നുള്ള എന്ത് ഫലം കായ്ക്കും? ഒരു കൊമ്പ്. അവന്റെ മേൽ ആവസിക്കുന്ന യഹോവയുടെ ആത്മാവിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആലോചനയുടെയും ബലത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും യഹോവാഭക്തിയുടെയും ആത്മാവ്. അവന്റെ പ്രമോദം എന്തിൽ ആയിരിക്കും? യഹോവാഭക്തിയിൽ ആയിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ എന്തു ചെയ്യുകയില്ല? ന്യായപാലനം ചെയ്യുകയില്ല. അവൻ ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ എന്തു ചെയ്യുകയില്ല? വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് എങ്ങനെ ന്യായം പാലിച്ചു കൊടുക്കും? നീതിയോടെ. ദേശത്തിലെ സാധുക്കൾക്ക് അവൻ എന്തു നൽകും? നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ ആധരങ്ങളുടെ ശ്വാസം കൊണ്ട് അവൻ ദുഷ്ടനെ ഡാഷ് ചെയ്യും. ദുഷ്ടനെ കൊല്ലും. അവന്റെ നടുക്കെട്ടും അരക്കച്ചയും എന്തായിരിക്കും? നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയും ആയിരിക്കും. ചെന്നായ് ഏതിനോടുകൂടെ പാർക്കും? കുഞ്ഞാടിനോടുകൂടെ പാർക്കും. കോലാട്ടുകുട്ടിയോടുകൂടെ എന്ത് കിടക്കും? പുള്ളിപ്പുലി. ചെന്നായ്, കുഞ്ഞാട്, പുള്ളിപ്പുലി, കോലാട്ടുകുട്ടി, പശുക്കിടാവ്, ബാലസിംഹം, തടിപ്പിച്ച മൃഗം ഇവയെ ആരാണ് നടത്തുന്നത്? ഒരു ചെറിയ കുട്ടി. സിംഹം എങ്ങനെയായിരിക്കും വൈക്കോൽ തിന്നുന്നത്? കാള എന്ന പോലെ. മുല കുടിക്കുന്ന ശിശു ഏതിന്റെ പോതിങ്കലാണ് കളിക്കുന്നത്? സർപ്പത്തിന്റെ. മുലകുടി മാറിയ പൈതൽ ആരുടെ പൊത്തിൽ കൈയിടും? അണലിയുടെ പൊത്തിൽ. ഭൂമി എന്തുകൊണ്ട് പൂർണ്ണമാകും? യഹോവയുടെ പരിജ്ഞാനം കൊണ്ട്. എന്ത് നിറഞ്ഞിരിക്കുന്നത് പോലെയാണ് ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമാകുന്നത്? സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ. അന്നാളിൽ ജാതികൾ ആരെ അന്വേഷിച്ചു വരും? യിശായി വേരായവനെ. യിശായിയുടെ വേര് വംശങ്ങൾക്ക് എന്തായിട്ടാണ് നിൽക്കുന്നത്? ഒരു കൊടിയായി. അവന്റെ വിശ്രാമസ്ഥലം എങ്ങനെയുള്ളതായിരിക്കും? മഹത്വമുള്ളതായിരിക്കും. കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്നവരെ വീണ്ടുകൊള്ളുവാൻ എത്രാം പ്രാവശ്യം കൈനീട്ടും? രണ്ടാം പ്രാവശ്യം. കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ എവിടുന്നൊക്കെയാണ് വീണ്ടുകൊള്ളുന്നത്? അശൂരിൽ നിന്നും, മിസ്രൈമിൽ നിന്നും, പത്രോസിൽ നിന്നും, കൂശിൽ നിന്നും, ഏലാമിൽ നിന്നും, ശിനാരിൽ നിന്നും, ഹമാത്തിൽ നിന്നും, സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും. അവൻ ജാതികൾക്കായി എന്ത് ഉയർത്തും? ഒരു
പൊടി. ഏത് ഗോത്രത്തിന്റെ അസൂയയാണ് നീങ്ങിപ്പോകുന്നത്? എഫ്രൈമിന്റെ. യഹൂദ ആരെ അസഹ്യപ്പെടുത്തുകയില്ല? എഫ്രൈമിനെ. ഇസ്രയേല്യർ പടിഞ്ഞാറോട്ട് ആരുടെ മലഞ്ചെരുവിന്മേൽ ചാടുമെന്നും കിഴക്കുള്ളവരെ ഒക്കെയും കൊള്ളയിടുമെന്നുമാണ് പ്രവചിക്കുന്നത്? ഫെലിസ്ത്യരുടെ മലഞ്ചെരുവിന്മേൽ ചാടും. യഹോവ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈയോങ്ങി എങ്ങനെയാണ് ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കുന്നത്? അതിനെ അടിച്ച് 7 കൈവഴികളാക്കി. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് എന്തു വരുത്തും? ഉന്മൂലനാശം വരുത്തും. അശൂരിൽ നിന്ന് അവന്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് മടങ്ങി വരാൻ അവിടെ എന്തുണ്ടാകും? ഒരു പെരുവഴി ഉണ്ടാകും. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.